ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു വീട് എപ്പോഴും സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് അതൊരു നല്ല ഇമ്പമുള്ള വീടാവുക അല്ലെ. നമ്മളെല്ലാവരും നമ്മുടെ വീട് അങ്ങനെ ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലെ. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴാണ് വീടിനകത്ത് സന്തോഷം ഉണ്ടാവുക. ഇപ്പൊ നമ്മുടെ വീടിനകത്തുള്ള ഭാര്യ, ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, മക്കൾ എല്ലാവരും അതിന് റെസ്പോൺസിബിൾ ആണ് ആ വീട് ഹാപ്പി ആയി വെക്കുക എന്നുള്ളത് അല്ലെ. പക്ഷെ ഒരു തുള്ളി 10 മടങ്ങ് കൂടുതലായിട്ട് ഒരു സ്ത്രീയുടെ കയ്യിലുണ്ട് ആ വീടിന്റെ ഹാപ്പിനെസ് അല്ലെ. ഒരു സ്ത്രീ നല്ല ഹാപ്പി ആയിട്ടും ഭയങ്കര എനർജറ്റിക്കും ആണെങ്കിൽ ആ വീട്ടിൽ തന്നെ അതിന്റെ എനർജി കാണാൻ പറ്റും. ആ വീട് അത്രയും ഹാപ്പി ഉള്ളതും എനർജറ്റിക് ആയിട്ടുള്ള വീടായിരിക്കും. അതിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതും വളരെ സന്തോഷവാദ ആയിട്ടായിരിക്കും അല്ലെ. പക്ഷേ നമ്മൾ സ്ത്രീകൾ പലപ്പോഴും സന്തോഷിക്കാൻ വേണ്ടിയിട്ട് മറക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സന്തോഷം എന്ന് പറയുന്ന കാര്യം ചൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഫാമിലി സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പൊ നമ്മളായിട്ട് വരുത്തിയേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇപ്പൊ പറയാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ സ്ത്രീകൾക്ക് സന്തോഷം തരാതിരിക്കാൻ വേണ്ടി ബേസിക് ആയിട്ട് പൊതുവെ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാട്ടോ. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ആദ്യം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്കും എന്നിട്ട് എന്റെ സപ്പോർട്ട്, എന്നാലും എനിക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനി ഇടാൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താ പറയുക, നമ്മുടെ വീട്ടില് നമ്മൾ സ്നേഹിക്കുന്ന ആരെങ്കിലും നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടാവും. അത് നമ്മുടെ ഹാപ്പിനെസ്സിനെ വല്ലാതെ കുറയ്ക്കുന്നുണ്ടാവും കേട്ടോ. പല വീടുകളിലും നടക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിരിക്കാം. വളർന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അവരുടെ പ്രവൃത്തികളും അവരുടെ ശീലങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടാവും. കാരണം നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആളുടെയും നിങ്ങളുടെയായ ചിന്താഗതികളിലും എല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ കാരണം നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവുക. ഇങ്ങനെ ഒരു വലിയ വിഷമം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അത് വളരെ നോർമൽ ആയിട്ട് നടക്കുന്ന കാര്യമാണ് പല വീടുകളിലും. അങ്ങനെയുള്ള വീട്ടിലെ സ്ത്രീകൾക്ക് സന്തോഷമോ എനർജറ്റിക്കോ ഒന്നും അധികം വരണമെന്നില്ല. പിന്നെ രണ്ടാമതായിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്താ പറയുക, ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും കാരണത്തിൽ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എന്ത് റീസൺ ഒന്നും വേണ്ട, നിങ്ങളൊന്ന് തിരിഞ്ഞാലും മറിഞ്ഞാലും നിങ്ങളെ കുറ്റപ്പെടുത്താനായിട്ട് ഉദക്കനാടി വെച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ടാവും. അത് ആ ഒരു റീസൺ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ സന്തോഷിക്കാൻ പറ്റാറുണ്ടാവില്ല. അല്ലെങ്കിൽ ആ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പല വീടുകളിലും അമ്മായിയമ്മമാരെ അങ്ങനെ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിക്കോട്ടെ നമ്മൾ വലിക്കുന്ന ഭക്ഷണത്തിലും നമ്മൾ ക്ലീൻ ചെയ്യുന്നതും നീറ്റ് എല്ലാം ചുറ്റി നടന്ന് നോക്കി എപ്പോഴും കുറ്റങ്ങൾ പറയുന്ന ആൾക്കാരാണെങ്കിലും ഈ പറഞ്ഞ പോലെ സന്തോഷം എപ്പോഴും കാണിക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. പിന്നെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, ഒത്തിരി ജോലി ഉണ്ട്, പക്ഷെ ഒരു കൈ സഹായം തന്നിട്ട് ഒന്ന് സഹായിക്കാൻ പോലും ഒരാളും ഇല്ലാത്തത്, അത് ഭയങ്കരമായിട്ട് നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടാവും. രാവിലെ മുതൽ ഓടി എല്ലാ കാര്യങ്ങളും ചെയ്യാണ്, എന്നാലും ചോദ്യം മാത്രം ഇതായിരിക്കും, എനിക്ക് എന്താ ഇവിടെ ജോലി എന്നുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ ഒരാൾ ഒരു കൈ സഹായം ചെയ്യാത്തതിന്റെ പേരിലും എല്ലാ കാര്യങ്ങളും ഒരേപോലെ വലിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ സന്തോഷം ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, സന്തോഷിക്കാനായിട്ട് ഒരു സമയം വരെ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ സന്തോഷിക്കാൻ മറന്നു പോട്ടോ. പിന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തത്, ഫിനാൻഷ്യൽ ആയിട്ട് നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റാതെ എത്രയോ ആൾക്കാർ വീടിന്റെ ഉള്ളിൽ മാത്രം കഴിയുന്നുണ്ടല്ലേ. അവർക്ക് ആ ഒരു പണം എന്ന് പറയുന്നതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും ഒരുപാട് ഉണ്ടാവും. അതും ഒരുപാട് സന്തോഷം എന്ന കാര്യം അവരുടെ ജീവിതത്തിലേക്ക് വരാതെ ഒരു മൊരട സ്വഭാവത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാം. പിന്നെ ഒരു ഫിസിക്കലി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് മൊണോപോസ് എന്ന് പറയുന്നത്. പീരീഡ്സ് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഒരു 45-55 ഇടയിലുള്ള ആ ഒരു സമയത്തുള്ള ഹോർമോണൽ ഇംബാലൻസ് കാരണം ചില സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക സങ്കടങ്ങളും പ്രയാസങ്ങളും മാത്രം സന്തോഷിക്കാനുള്ള ബുദ്ധിമുട്ട്. അത് കംപ്ലീറ്റ്ലി എന്താ പറയണ്ട മെഡിക്കൽ ഫീൽഡ് ആയിട്ടുള്ള കാര്യം, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും അത് ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബേസിക് ആയിട്ട് നമുക്ക് ആർക്കും സന്തോഷം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നമുക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ എല്ലാവരും മനുഷ്യരല്ലേ. സ്ത്രീകൾ എന്ന് പറഞ്ഞ വീട്ടിൽ എല്ലാ കാര്യം നോക്കണം. ചില ആൾക്കാർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടുത്തെ കാര്യം നോക്കണം. എല്ലാം നോക്കി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവർ സന്തോഷിക്കാനും അല്ലെങ്കിൽ അവർക്കായിട്ടൊരു സമയം കണ്ടെത്താനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാവും. അവർ സന്തോഷിക്കാൻ മറക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ ചിരിക്കാൻ മറക്കുന്നുണ്ടാവും. അപ്പം ഇതാട്ടോ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും ഓട്ടോമാറ്റിക്കലി സന്തോഷിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു ദിവസം നമ്മൾ തന്നെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കും. ചില കാര്യങ്ങളുണ്ട് കേട്ടോ, സ്ത്രീകൾ അവര് കുറച്ച് ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ടായ ചില കാര്യങ്ങൾ എന്റെ ലൈഫിലേക്ക് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഇനി പറയാൻ പോണേ. ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ ചില ആൾക്കാർക്ക് ചില പോയിന്റിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ നമുക്കായിട്ടൊന്നും മാറ്റാനോ ഇതാക്കാനോ പറ്റില്ല. നമ്മുടെ മനധൈര്യം കൊണ്ട് നമുക്ക് മറികടന്ന് പോകാനേ പറ്റത്തുള്ളൂ. ഇനി പറയാൻ പോകുന്ന കാര്യം നമ്മളായി ചില സമയങ്ങളിൽ ഉണ്ടാക്കി വെക്കുന്ന കുറച്ച് ഹാപ്പിനെസ് കുറയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ. ഹൈ എക്സ്പെക്ടേഷൻ. ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾ ചുമ്മാ എല്ലാ കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യും. നമ്മൾ സ്ത്രീകൾ ചിലപ്പോൾ വീട്ടിലിരിക്കുന്നവർ മാത്രമാണെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ അപ്രീസിയേഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യും. അത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും. അവരെ നല്ലത് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു നല്ല രീതിയിൽ എന്തെങ്കിലും കൊടുക്കാമെന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ഹൈ എക്സ്പെക്ടേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് അതിൽ നിന്നൊരു നല്ല അഭിപ്രായമോ അല്ലെങ്കിൽ നമുക്ക് ആ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ഒരു നല്ല ഒരു ബെനഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ
പെട്ടെന്ന് ഡൗൺ ആവും. സ്ത്രീകൾ ഒരു കാര്യമാണ്, നമ്മൾ പെട്ടെന്നായിട്ട് ഡൗൺ ആയി പോകും. വളരെയധികം എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യും. ആ എക്സ്പെക്ട് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്ന് ചിന്തിക്കാതെ ഭയങ്കരമായിട്ട് ഡൗൺ ആവും. നമുക്ക് ആ ഡേ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ആ വീക്ക് തന്നെ പിന്നെ അത് തന്നെ ഓർത്തിട്ട് ഇങ്ങനെ ട്രിഗർ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ടാവും. നമ്മൾ നമ്മുടെ ഇതന്നെ ചില സമയത്ത് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യും. അവരെനിക്ക് അത് ചെയ്തു തരും, അല്ലെങ്കിൽ ഇവരെനിക്ക് ഇത് ചെയ്തു തരും, എനിക്ക് അത് കൊണ്ടുവന്ന് തരും, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ നമുക്കത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒന്നും തിരിച്ച് കിട്ടണം എന്നില്ല. അത് നമ്മുടെ എക്സ്പെക്ടേഷൻ മാത്രമായിരിക്കും. ചിലപ്പോൾ അവർ ചിന്തിച്ചിട്ട് വരെ ഉണ്ടാവില്ല. ആ കാരണങ്ങളാൽ നമ്മൾ ഡൗൺ ആവും. ഇപ്പൊ നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പം ഹസ്ബൻഡിന് ചെയ്തു തരുന്ന കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മൾക്ക് അത് ചെയ്ത് തന്നില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്തു ആള് വന്നിട്ട് ചെയ്യും എന്നുള്ളത്. ചെയ്ത് തന്നില്ലെങ്കിൽ നമുക്കൊന്നും പറയാനും തോന്നില്ല. നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ ട്രിഗർ ചെയ്ത് വിഷമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ നമ്മൾ ഹാപ്പിനെസ് ഇങ്ങനെ നമ്മളിൽ നിന്ന് കളയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് പറയാനുള്ളത്, ആരെങ്കിലും നമ്മുടെ ഹാർഷ് ആയിട്ട് ബിഹേവ് ചെയ്യോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് പറയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഡൗൺ ആ, ഫുൾ ഡൗൺ ആ. നമുക്ക് ഓൾറെഡി നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ക്യാരക്ടേഴ്സ് അറിയാം. എന്തറിഞ്ഞാലും ചില സമയം അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഹാർഷ് ആയിട്ടുള്ള കാര്യങ്ങളോ ബിഹേവിയറോ വന്നു, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും നമ്മളടുത്ത് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞെങ്കിൽ നമ്മൾ ആ ഒരു കാരണം വെച്ച് കുറേ ദിവസം അങ്ങനെ ഇരിക്കും, സങ്കടപ്പെട്ടിട്ടും പ്രയാസപ്പെട്ടിട്ടും. അല്ലെങ്കിൽ ആ ഡേ ഫുള്ള് നമ്മൾ ആ ഒരു തിങ്കിങ് തന്നെ ആയിരിക്കും. അങ്ങനെ ഇരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും വീടിന്റെ അകത്ത് തന്നെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ ലൈഫിൽ സന്തോഷത്തെ നമ്മൾ തന്നെ കളയുന്ന ഒരു കാര്യം കേട്ടോ. നമുക്കറിയാം, നമ്മൾ മറ്റുള്ളവർ നമ്മളെ ഹാർഷായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ അവരുടെ ക്യാരക്ടർ അതാണെങ്കിൽ, നമ്മുടെ അമ്മായിയമ്മ അങ്ങനെയാണെങ്കിൽ അവരുടെ ക്യാരക്ടർ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അവർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്തിനാണ് അതിനെ ചിന്തിച്ചിട്ട് ഇവരെ വിഷമിക്കേണ്ട ആവശ്യം? അവർ തിരുത്താൻ നമുക്ക് പറ്റില്ല, അവർ ഒരിക്കലും തിരുത്തപ്പെടില്ല. അപ്പൊ പിന്നെ ഞാനെങ്കിലും അതിന്റെ ഹൃദയത്തേക്ക് എടുക്കാതെ, അല്ലെങ്കിൽ ഞാൻ എന്റെ സന്തോഷത്തെ കളഞ്ഞു വിളിക്കാതെ അതിന് നെവർ മൈൻഡ് ആയിട്ട് ഇഗ്നോർ എന്ന് പറഞ്ഞിട്ട് വിടാൻ. ഇപ്പൊ ആർട്ട് ഓഫ് ഇഗ്നോറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കേട്ടോ, നമ്മൾ ഈ സൈക്കോളജിയിലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ചില ആൾക്കാരെ നമുക്ക് തിരുത്താൻ പറ്റില്ല. അപ്പോൾ അവർ എന്തേ പറഞ്ഞ് നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്ത് വിടാം. പറയുന്നത് എങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നോട്ടെ, ഞാൻ അത് കേട്ടിട്ടില്ല എന്നുള്ള ഭാഗത്തിൽ പോവാം. ശരിയാണ്, നമ്മളിങ്ങനെ വീടിനകത്ത് തന്നെ അടഞ്ഞിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓഫീസ് വർക്കും വീട്ടുകാരും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഹാർഷ് ആയിട്ടുള്ള ബിഹേവിയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കും. പക്ഷേ അത് നമുക്ക് ഒരിക്കലും മറ്റുള്ളവരെ തിരുത്താൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത് നമ്മുടെ ഹാപ്പിനെസ് കളയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പറയാനുള്ളത്, നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ലോ ഓഫ് സെൽഫ് കെയർ. നമ്മൾ നമുക്ക് വേണ്ടി കൊടുക്കുന്ന സെൽഫ് കെയർ എത്രത്തോളം കുറഞ്ഞു വരികയാണ് ഓരോ വർഷം കഴിയുന്നതോറും നിങ്ങൾക്ക് ചിന്തിക്കാം. കല്യാണം കഴിഞ്ഞ പാടിലായിരിക്കില്ല, കുഞ്ഞുങ്ങളാകുമ്പോൾ നമുക്ക് നമ്മുടെ ഭാഗം ചിന്തിക്കുന്നത് കുറഞ്ഞു. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ വളരാണ്, അവരുടെയൊക്കെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നമ്മളിപ്പോ നമ്മൾ 100% നമ്മളെ ഫാഷനിലൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ഓരോ വർഷം കഴിയുന്നവർ കുറഞ്ഞു നമ്മൾ സീറോ ആവും. നമുക്ക് നമ്മളെ പറ്റിയിട്ട് ഒരു കെയറും ഉണ്ടാവില്ല. നമുക്ക് ഒരുപാട് പാഷൻസ് ഉണ്ടാവും, നമ്മൾ അതൊന്നും ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. നമുക്കായ സന്തോഷങ്ങളൊന്നും നമ്മൾ ഒന്നും ചൂസ് ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ നമുക്ക് അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം എന്താണ്, നമുക്ക് എപ്പോഴും നെഗറ്റീവ് തോട്ടാ. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, എനിക്കൊന്നും പറ്റുന്ന കാര്യമില്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മളിലേക്ക് ഇങ്ങനെ തോട്ട്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് എത്രമാത്രം ഹാപ്പിനെസ് തരും? ഒരു ഹാപ്പിനെസ്സും തരില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി സന്തോഷിക്കാൻ മറക്കുന്നവരായി, അല്ലെങ്കിൽ സന്തോഷം ഇല്ലാത്തവരായിട്ട് മാറും. 100% മാറും. അപ്പൊ എപ്പോഴും എത്ര വയസ്സായാലും, ഇനി 50 ആയാലും 55 ആയാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പാഷൻ ഫോളോ ചെയ്യണം. അത് മസ്റ്റ് ആണ്. നിങ്ങളുടെ ഫാഷൻ നിങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുഞ്ഞു കാര്യങ്ങളായിരിക്കും, അവൻ ചിലപ്പോൾ വരുമാനം വരണമെന്നില്ല, അല്ലെങ്കിൽ ഒന്നും വരണമെന്നില്ല. ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് അതിൽ നിന്ന് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ? ചില ആൾക്കാർക്ക് ചിലപ്പം ഗാർഡനിങ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് ചിലപ്പം കൃഷി കാര്യങ്ങൾ നടത്തുന്നതായിരിക്കാം. എന്തായിക്കോട്ടെ, എന്ത് കുഞ്ഞു കാര്യമാണെങ്കിലും അതിനെ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ, അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ഹാപ്പിനെസ് കിട്ടും. അത് പലപ്പോഴും മറന്നു പോകാറുണ്ട്. വയസ്സുകൾ കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ അതൊക്കെ മറന്ന് ഒന്നുമില്ലാത്ത വീട്ടില് കാര്യങ്ങൾ നോക്കാനും അങ്ങനെയുള്ള രീതിയിലേക്ക് മാത്രമായിട്ടുള്ള ഒരു ഉപകരണം എന്ന രീതിയിലേക്ക് മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ പോകാതിരിക്കാൻ, ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൊണ്ടുവരുന്ന ഹാപ്പിനെസ് കുറയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട, നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാട്ടോ. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പിയസ്റ്റ് പേഴ്സൺ ആയിട്ട് ജീവിക്കാൻ പറ്റും. നമ്മളെല്ലാവരും നമ്മൾ ഹാപ്പി ആകുമ്പോഴല്ലേ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ കുട്ടികളായാലും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കലും. മസ്റ്റ് ആയിട്ടും ഈ ഭാഗങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. പലപ്പോഴും നമ്മൾക്ക് പറ്റുന്ന വലിയൊരു കാര്യം എന്താണെന്ന് അറിയാം, നമ്മൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കും. നമ്മൾ എന്തെങ്കിലും നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടോ, ഒരു പക്ഷേ നമ്മൾ വീട്ടിനകത്ത് മാത്രം ഇരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് വീട്ടിലെ കാര്യങ്ങളാകുമ്പോൾ നമുക്ക് തന്നെ ഒരു തോട്ട് ഉണ്ടാവും, ഞാൻ എല്ലാവർക്കും കറക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നുള്ളത്, ഞാൻ എൻ്റെ ബിസിയിൽ ഞാൻ വിട്ടു പോകുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവരൊക്കെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ബിഹേവ് ചെയ്യുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാരന്റ്സ് ആയിക്കോട്ടെ, അവര് നിങ്ങൾക്ക് ബിഹേവ് ചെയ്യുന്നത് ഭയങ്കര ഭയങ്കരമായിട്ടും നിങ്ങളെ തെറ്റുകൾ കണ്ടെത്താൻ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അവരൊന്ന് ഇംപ്രസ് ചെയ്തിട്ട് അവരുടെ ഭാഗത്ത് നല്ലതൊന്ന് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കും അല്ലെ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ പെടാപ്പാട് പെടുന്നുണ്ടാവും. അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരാള് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ നടക്കുകയാണെങ്കിൽ അവർ നമ്മൾ എത്ര ഇംപ്രസ് ചെയ്യാൻ പോയാലും അവർ ഇംപ്രസ് ആവില്ല. അവർക്ക് അത് ഇവിടെ നല്ല ചെയ്തല്ലേ, ഇവിടെ എങ്ങനെയെങ്കിലും ഇരുന്ന് താഴേക്കാക്കണം എന്നേ ചിന്തിക്കുള്ളൂ. ഇംപ്രസ്ഡ് ആവില്ല. ആ ഒരു സത്യത്തെ മനസ്സിലാക്കുക. അതുകൊണ്ട് ആരും ഇംപ്രസ് ചെയ്യാൻ നടക്കേണ്ട ആവശ്യമില്ല.
നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് സമയം കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അവർ കുറ്റം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ എത്ര നല്ലത് ചെയ്താലും ഒരു കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ആരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള പെടാപ്പാട് പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ആവശ്യമില്ലാത്ത, നമ്മൾ വീട്ടിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കും. കാട് കയറി സംസാരിക്കും. എൻ്റെ അടുത്ത് അന്ന് അങ്ങനെ ആയിരുന്നില്ലേ, അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്നൊക്കെ. നമ്മളൊന്നും മറക്കില്ല. കാരണം നമ്മൾക്ക് ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിക്കുന്നുണ്ടാവും അവർ പറയുന്നതുമായിട്ടുള്ള ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അത് റിയൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുന്ന സമയത്ത് നിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ ചെയ്തിട്ടില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് അവരടുത്ത് പറയും ഇതാക്കും ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുമെന്ന് അറിയോ? അത് പിന്നെയും നമ്മുടെ ആ ഒരു അവസ്ഥ വഷളാവുക ചെയ്യും. ആ ഒരു സിറ്റുവേഷൻസ് വഷളാവുക ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ അറിയോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ പറയാം. പറഞ്ഞതിന് ശേഷം നിങ്ങളൊരു ഗ്യാപ്പ് എടുക്കുക, നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കുക, എന്നിട്ട് ചിന്തിക്കുക. എന്നിട്ട് പിന്നീട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാം. അത് ഒരു തെറ്റുള്ള കാര്യമല്ല കേട്ടോ. പക്ഷേ വളരെയധികം ബളബളബളാ നമ്മൾ സംസാരിക്കാനും ഒരു പക്ഷേ നമ്മുടെ ഇമോഷൻസ് കൊണ്ടാണ്. നമ്മൾ ഈ വീട്ടിന്റെ അകത്ത് തന്നെ ഇരിക്കാൻ നമുക്ക് ഒരുപാട് പെയിൻ ഉണ്ട്, ഒരുപാട് വിഷമമുണ്ട്, നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. ഇതൊക്കെ കൊണ്ട് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കുന്നതായിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ട് പറയുന്നതായിരിക്കാം. പക്ഷെ അതുകൊണ്ട് ഉണ്ടാവുന്നതും പ്രശ്നങ്ങൾ മാത്രമാണ്, അല്ലാതെ ഒരു മാറ്റമല്ല ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഭയങ്കര ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കാനും ഒരു ഗ്യാപ്പ് ഇടാനും അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാനും ശ്രമിക്കുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പറയാതിരിക്കുക. എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് ഒരുപാട് വിഷമാണ്, ഒരു പ്രശ്നമാണ് എന്നൊക്കെ പറയാതിരിക്കുക. ആ കേൾക്കുന്ന ആൾക്കാർക്ക് അത് നല്ല ഹാരമായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് അറിയാണ്, നിങ്ങൾ പുറത്തൊരാളോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് എത്രത്തോളം നിങ്ങളുടെ ഫാമിലി ലൈഫിനെ ബാധിക്കും, അത് നിങ്ങളുടെ ലൈഫിലെ എത്രത്തോളം ഹാപ്പിനെസ്സിനെ ഇല്ലാതാക്കും. അപ്പൊ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ചില ആൾക്കാരുണ്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെ യാചിച്ചിരിക്കും, ബെഗ് ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ. ഞാൻ ഒരുപാട് പേരിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. നമ്മൾ എന്തെങ്കിലും സാധനത്തിന് ബെഗ് ചെയ്യുക പോട്ടെ, അതൊരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക. ചില ആൾക്കാർ സ്നേഹത്തിന് വരെ ബെഗ് ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെ യാചിക്കുന്നുണ്ടാവും. അതിന്റെ ആവശ്യമില്ല കേട്ടോ. ഒരാൾക്ക് നിങ്ങൾക്ക് അത് തരാൻ താല്പര്യം ഇല്ലെങ്കിൽ, ആ വ്യക്തിക്ക് അത് തരാൻ താല്പര്യം ഇല്ലെങ്കിൽ, അയാൾ നിങ്ങൾ ഇറിറ്റേറ്റഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ മാറി നിൽക്കാൻ ശ്രമിക്കുക. ഒരുപാട് കാരണത്തിന്റെ പേരിൽ ചില ആൾക്കാർ ഒരുപാട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. നിങ്ങൾ ഒരുപാട് യാചിച്ചിട്ടും നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. പിന്നീട് ഇങ്ങനെ ബളബളബള അവര് പിന്നാലെ പോയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമില്ല. സ്പേസ് ഇടുക. എപ്പോഴും ഏതൊരു റിലേഷൻഷിപ്പിന്റെ ഇടയിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് സംസാരിക്കുക, വളരെ സൈലന്റ് ആയിട്ട് സംസാരിക്കുക, സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഒരു ഗ്യാപ്പ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പോയിട്ട് എന്താ ക്ലിയർ ചെയ്യേണ്ടതെന്ന് ശ്രമിക്കുക. കാരണം പെട്ടെന്നുള്ള ഇമോഷൻസിൽ നിങ്ങളും എന്തും പറഞ്ഞു പോകും, ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നും എന്ത് വേണമെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാവാം. ഒരു ഗ്യാപ്പ് എടുക്കാനും പിന്നീട് അതിനെ പറ്റിയിട്ട് സമാധാനത്തോടെ സംസാരിക്കാനും ശ്രമിക്കുക. ആരെടുത്തും യാചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വെട്ടൊക്കെ ആളെടുത്ത് സംസാരിക്കാം. നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. എന്നിട്ടും അത് താല്പര്യമില്ലാതെ പോവുകയാണെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ പ്രശ്നമല്ല കേട്ടോ. നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ ആ വ്യക്തിക്ക് ഒരുപാട് കാരണങ്ങൾ അദ്ദേഹം കണ്ടെത്തുകയാണെങ്കിൽ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക, നിങ്ങളുടെ വില കളയാതിരിക്കുക. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വട്ടം റിക്വസ്റ്റ് ചെയ്യാം, ചോദിക്കാം. അല്ലാതെ യാചിച്ച് കാല് പിടിച്ച് അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മളെല്ലാവരും ലൈഫിൽ നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് ഉണ്ട്, നമുക്ക് നമ്മുടേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അടുത്ത പോയിന്റ് ആയിട്ട് പറയാനുള്ള സ്റ്റോപ്പ് ഗോസിപ്പിംഗ്. നമ്മൾ ഗോസിപ്പ് പറയാൻ ഇഷ്ടപ്പെടുന്നവരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും. അത് ജെൻസ് ആണെങ്കിലും വുമൺ ആണെങ്കിലും എല്ലാം ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ പ്രത്യേകിച്ച് പൊതുവെ സമൂഹമൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ സ്ത്രീകൾക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുതലാന്നുള്ളത്. ശരിയായിരിക്കാം, ചിലപ്പോൾ വീടിനകത്ത് ഇരിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ റിലേറ്റീവ്സിന്റെ ആയിട്ടുള്ള ആരെങ്കിലും വന്ന് ചിലപ്പോൾ അങ്ങനെ സംസാരിച്ചൊക്കെ വരും. അത് നമ്മളുടെ ഹാപ്പിനെസ് കുറയ്ക്കും കേട്ടോ. കാരണം നമ്മൾ ഒരാൾ നമ്മൾക്ക് എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒന്ന് ഗോസിപ്പ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ പോലും ആയിരിക്കില്ല, നമ്മൾ അതിനൊരു അഭിപ്രായം പറ്റണം. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള കാര്യമായിരിക്കാം ചിലപ്പോൾ നമ്മൾ അതിന് തിരിച്ച് സംസാരിച്ചിട്ടുണ്ടാവാം. പക്ഷെ അത് പിന്നീട് ഒരു ടോക്കിലേക്ക് എത്തുകയും മറ്റുള്ളവരെ പറ്റി സംസാരിക്കുക, അത് നമ്മൾ വേറൊരാളോട് സംസാരിക്കുന്ന ഒരു കാര്യമല്ലേ. ആ വ്യക്തി നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാലോ, വേറെ അടുത്ത് പോയി പറയാം. അപ്പൊ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു വരുമ്പോൾ പറയാം അത് അവള് പറഞ്ഞിട്ടാ അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു ഐഡന്റിറ്റി തന്നെ അവിടെ മാറിപ്പോകും, നമ്മൾ എന്ന വ്യക്തിത്വം തന്നെ ഇല്ലാതായി പോകും. അതുകൊണ്ട് തന്നെ ഈ ഗോസിപ്പുകൾ കേൾക്കുന്ന സമയത്ത് നോ എന്ന് പറയണമെന്നോ മാറണമെന്നും പറയുന്നില്ല. സൈലന്റ് ആയിട്ടിരുന്ന് കേട്ടിട്ട് ഇഗ്നോർ ചെയ്ത് കളയാം. അല്ലാതെ അതിന് അഭിപ്രായങ്ങൾ പറയാനോ അല്ലെങ്കിൽ സ്വയമായിട്ട് ഗോസിപ്പ് ഉണ്ടാക്കി പറയാനോ നിൽക്കാതിരിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹാപ്പിനെസ് കുറയ്ക്കും കേട്ടോ. നമ്മളിപ്പോ പറയുമ്പോൾ ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കും, അത് പിന്നീട് ഒരുപാട് ചെവികൾ കേട്ട് വരുമ്പോൾ അത് നമുക്കെതിരെ തന്നെ തിരിയാട്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രയാസപ്പെട്ടാൽ നമ്മൾ ചെയ്യാതിരിക്കാം. ഇനി ഇൻ കേസ് നമ്മളെ പറ്റി ഗോസിപ്പ് പോലെ ഒത്തിരി പേരുണ്ടാവുമല്ലോ, അത് കേൾക്കുമ്പോഴും നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് ഇല്ലാതാവും. നമ്മളെ പറ്റി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല,
കണ്ണുകടി കൊണ്ട് ചിലപ്പോൾ പറയുന്നുണ്ടാവും. അപ്പൊ അത് നമ്മൾ ഒരുപാട് ബാധിക്കാറുണ്ട്. അപ്പൊ പറയുന്നതൊന്നും റിയൽ അല്ലെങ്കിൽ നമ്മൾ അത് ബാധിക്കേണ്ട ആവശ്യമില്ല. അത് സത്യമായിട്ടുള്ള ഒരു കാര്യം ഇല്ലെങ്കിൽ അതിന് ആ ഒരു രീതിയിൽ ഒരു പവർഫുൾ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. ആരും എന്ത് പറഞ്ഞോട്ടെ, അത് നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലെങ്കിലും നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്ത് കളയാം. അല്ല, നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഗിൽറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്താൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ ബെസ്റ്റ് ആവാൻ വേണ്ടി തീരുമാനിക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു പാഷൻ ഉണ്ടാവും, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ കുടുംബത്തിനകത്ത് പോലും നിങ്ങൾ എന്ന് പറഞ്ഞ ബെസ്റ്റ് പാർട്ടിനെ നിങ്ങൾ അവിടെ കാണിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് വരുന്ന ആ ഒരു റെസ്പെക്റ്റും ആ ഒരു കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി നടക്കുന്ന കേട്ടോ. അപ്പം ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിക്കൂടാതെ അല്ലെങ്കിൽ ലൈഫിൽ ഓടി നടന്ന് എല്ലാം ചെയ്യുന്നതിൽ നിങ്ങൾ എന്ന വ്യക്തിത്വത്തെ കാണിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ എന്ന വ്യക്തി അവിടെ കാണാനേ ഉണ്ടാവില്ല. ചിലപ്പോൾ ആ വീടിനെ നോക്കി നടത്തുന്നത് നിങ്ങളായിരിക്കാം, ആ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളായിരിക്കാം. പക്ഷേ പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താ പറയണ്ടേ, ഒരു പുക പിടിച്ച ഒരു മൂലയ്ക്ക് നിൽക്കുന്ന ഒരാളായിട്ട് മാത്രം മാറും. പക്ഷെ നിങ്ങളെന്നൊരു വ്യക്തി ആ ദിവസം അവിടെ ഇല്ലെങ്കിൽ ആ വീട് വളരെയധികം അടപടലം മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എനർജി ഇല്ലാത്തൊരു വീടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ന് പറയുന്ന ബെസ്റ്റിനെ ആ വീട്ടിൽ എപ്പോഴും കാണിക്കാൻ, അവൾ ആ വീട്ടിലുള്ളത് കൊണ്ടാണ് ആ വീട് അത്രയും നല്ല രീതിയിൽ പോകുന്നത് എന്ന് പുറത്തുള്ളവർ പറയാനും, വീട്ടിൻ്റെ അകത്ത് ഇരിക്കുന്ന പാരന്റ്സ് ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ജലസുള്ള ആൾക്കാരാണെങ്കിലും മുഖത്ത് നോക്കി പറഞ്ഞില്ലെങ്കിലും ഇവളിവിടെ ഇല്ലെങ്കിൽ മനസ്സിലെങ്കിലും അവർക്ക് പറയാൻ തോന്നും, ഇവളിവിടെ ഇല്ലെങ്കിൽ ഈ വീട് മുന്നോട്ട് പോവില്ല എന്ന് പറയാൻ തോന്നുന്ന ഒതക്കത്തിൽ നിങ്ങളായി മാറാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾ എന്ന് പറയുന്ന ബെസ്റ്റിനെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾ എല്ലാത്തിനും നമ്മൾക്ക് നമ്മുടേതായ ഒരു പേഴ്സണാലിറ്റി കാണിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്ന വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും, നിങ്ങൾ നേരത്തെ തന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്റെ ചാനലിൽ പോയി നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഇതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാം കേട്ടോ. അതിന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ.